അയ്യ വണക്കം. അഭിമന്യു കൊലക്കേസിലെ സുപ്രധാനമായിട്ടുള്ള രേഖകൾ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് കോടതിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥി കേരളക്കര ഒന്നാകെ ഏറ്റെടുത്ത ഒരു കുട്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ ഇടനെഞ്ചിൽ അഭിമന്യു ഇന്നും ഒരു വേദനയായി തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പ്രതികൾ പോപ്പുലർ ഫ്രണ്ട് ആയതുകൊണ്ടും SDPIക്കാരായതുകൊണ്ടുമാണ് അഭിമന്യു കൊലക്കേസിൽ സർക്കാർ നിഷ്ക്രിയത്വം കാണിക്കുന്നത് എന്ന് വേറൊരു വിഭാഗം വാദിക്കുന്നുണ്ട്. അതൊന്നുമല്ല നമ്മുടെ നിലവിലെ വിഷയം എന്ന് പറയുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എടുത്തു തന്നെ പറയണം. കാരണം കോടതിയിൽ നിന്ന് പോലും ഒരു രേഖ കാണാതെ പോവുക എന്നുള്ളത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് പല ആൾക്കാരും ഇതിനോടകം തന്നെ വളരെ ഞെട്ടലോടുകൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ കാര്യം. മരണപ്പെട്ട അഭിമന്യു ഒരു SFI പ്രവർത്തകനായിരുന്നു. SFI പ്രവർത്തകനായതുകൊണ്ട് തന്നെ സർക്കാർ അഭിമന്യുവിൻ്റെ കുടുംബത്തിന് ചെയ്തു കൊടുക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നിരിക്കെ തന്നെ വളരെ നിസ്സംഗമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിഷ്ക്രിയമായിട്ടുള്ള ഒരു അന്വേഷണ പരമ്പര തന്നെയായിരുന്നു അഭിമന്യു കൊലക്കേസിലെന്ന് നമുക്ക് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടി വരും. ഇതിൽ ഏറ്റവും ആദ്യമായി എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ജൂലൈ 2-ാം തീയതി 2018 അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നത്. വട്ടവടയിലെ ഒരു ആദിവാസി സമുദായത്തിൽപ്പെട്ട തമിഴ് കർഷകരായിട്ടുള്ള മനോഹരൻ്റെയും ഭൂപതിയുടെയും ഇളയ മകനായിട്ടാണ് അഭിമന്യു ജനിക്കുന്നത്. പ്രതീക്ഷയുടെ അമിതഭാരവുമായി പാരമ്പര്യത്തിൻ്റെ അമിതഭാരം പേറുന്ന മഹാരാജാസിലേക്ക് അഭിമന്യു കെമിസ്ട്രി വിദ്യാർത്ഥിയായിട്ട് എത്തുകയാണ്. SFI പ്രവർത്തകനായിരുന്നു അഭിമന്യു എന്നുള്ളത് വേറൊരു കാര്യം. ഇടുക്കി SFI ജില്ലാ കമ്മിറ്റിയിലും അഭിമന്യു അംഗമായിരുന്നു. അത് വേറൊരു കാര്യം. അഭിമന്യുവിന് ഒരു സഹോദരനും ഒരു സഹോദരിയുമാണുള്ളത്. സഹോദരൻ പരിജിത്തും സഹോദരി കൗസല്യയും. കൗസല്യയുടെ വിവാഹത്തിന് കോളേജിലെ മുഴുവൻ സ്റ്റുഡൻസും എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. വളരെ വലിയ രീതിയിൽ ആഘോഷമായിട്ടായിരുന്നു വട്ടവട എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ആ വിവാഹം കൊണ്ടാടിയത് എന്നുള്ള വേറൊരു കാര്യം. കൗസല്യ മധുസൂദനെയാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് അഭിമന്യുവിൻ്റെ വീടും പരിസരങ്ങളും പോലും മഹാരാജാസ് ക്യാമ്പസിലെ SFI പ്രവർത്തകർക്കും അഭിമന്യുവിൻ്റെ കൂടെ പ്രവർത്തിച്ച ആൾക്കാർക്കും സുപരിചിതമായിരുന്നു എന്നുള്ളത് തർക്കത്തിന് പോലും വിഷയമല്ലാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ പ്രശ്നങ്ങൾ ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത്. SDPIയുടെയും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സജീവ പ്രവർത്തകരുൾപ്പെടുന്ന 16 അംഗ സംഘമാണ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത്. അന്ന് അഭിമന്യുവിന് വെറും 20 വയസ്സായിരുന്നു. പോലീസ് പറയുന്നത് ഇത്തരത്തിലാണ്. ക്യാമ്പസിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടാകുന്നു. അതായത് SFI നേരത്തെ പ്രീ ബുക്ക് ചെയ്തു വെച്ചിരുന്ന ചുവരെഴുതാനുള്ള ഒരു സ്ഥലം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ക്യാമ്പസ് ഫ്രണ്ടുകാരെ ചൊടിപ്പിച്ചിരുന്നു എന്നുള്ളത് ആദ്യത്തെ വിഷയം. പോരാത്തതിന് ആ ചുവരിൽ അഭിമന്യു എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി ആദ്യമായി കുത്തിക്കുറിച്ചത് വർഗീയത തുലയട്ടെ എന്നായിരുന്നു. ഇത് ക്യാമ്പസ് ഫ്രണ്ടുകാരെ അതിഭീകരമായി ചൊടിപ്പിച്ചു. ക്യാമ്പസ് ഫ്രണ്ടുകാർ ഒരു ജൂലൈ 2-ാം തീയതി 2018 അഭിമന്യുവിൻ്റെ ഹോസ്റ്റലിലേക്ക് ഇരച്ചു കയറുകയാണ്. ഒരു 16 അംഗ സംഘം. പോപ്പുലർ ഫ്രണ്ടുകാരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അഭിമന്യുവിൻ്റെ ഹോസ്റ്റലിലേക്ക് അവർ ഇരച്ചു കയറുന്നു. അഭിമന്യുവിനെ കൈ രണ്ടും പുറകിലേക്ക് കെട്ടിവെച്ച് ഒരാൾ പിറകിൽ പിടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. നെഞ്ചിൽ കഠാര കുത്തി ഇറക്കുകയാണ്. ഓൺ ദ സ്പോട്ടിൽ അഭിമന്യു മരണമടയുകയായിരുന്നു. ഇതാണ് അഭിമന്യു കേസ് എന്ന് പറയുന്നത്. അഭിമന്യുവിനെ മാത്രമല്ല, സമാനമായിട്ടുള്ള രീതിയിൽ ഫിലോസഫി വിദ്യാർത്ഥിയായിട്ടുള്ള 19-കാരനായിട്ടുള്ള അർജുനും ഇതേ ആക്രമണം നേരിടേണ്ടി വരികയാണ്. അർജുനെ പക്ഷേ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയതുകൊണ്ട് അർജുൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അഭിമന്യു അകാലത്തിൽ പൊലിയുകയും ചെയ്തു. ഇതിനു ശേഷമാണ് ഇതിൻ്റെ യഥാർത്ഥ കഥകൾ തുടങ്ങുന്നത്. അഭിമന്യു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾ വഴികളിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് സെപ്റ്റംബർ 2018 രൂപീകരിച്ചത്. അത് ആദ്യത്തെ കാര്യം. പക്ഷേ ഈ അന്വേഷണ സംഘം കൊണ്ട് യാതൊരുവിധ ഉപയോഗം ഉണ്ടായിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അങ്ങനെ പറയാനായിട്ട് കാരണം എന്ന് പറയുന്നത് 2018 സെപ്റ്റംബറിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും ഇതിൻ്റെ പ്രധാന പ്രതി കീഴടങ്ങുന്നത് 2 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുവരെ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വേറൊരു പ്രതി കീഴടങ്ങുന്നത് കോടതിയിലാണ്. ഇനി കേസിൻ്റെ നാൾ വഴികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 16 പേർക്കെതിരെ കുറ്റം ചുമത്തി. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ IPC ആക്ട് 149, 42, 48, 323, 324, 307, 302 എന്നീ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. 30 പേരാണ് പ്രതികളായിട്ടുള്ളത്. പക്ഷേ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ മാത്രമാണ് പിന്നീട് സുപ്രധാനമായിട്ട് പ്രതികളായിട്ട് പോലീസ് പരിഗണിച്ചതും. അങ്ങനെ 16 പേരിലേക്ക് ആ പ്രതിപട്ടിക ചുരുങ്ങുകയുമായിരുന്നു എന്നുള്ളത് അടുത്ത കാര്യം.
കുറ്റപത്രത്തിൽ JI മുഹമ്മദ്, ആരിഫ് ബിൻ സലീം, മുഹമ്മദ് റിഫ, ജഫ്രി, ഫസലുദ്ദീൻ, അനസ്, രാജീബ്, അബ്ദുൾ റാഷിദ്, സനീഷ്, ആദിൻ ബിൻ സലീം, ബിലാൽ, റിയാസ് ഹുസൈൻ, സനീഷ് ഷാരൂഖ് അമാനി, അബ്ദുൾ നാസർ, അനൂപ് എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കൊലപാതകത്തിന് ശേഷം 20ഓളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെങ്കിലും ഈ കൊലപാതകം നടത്തിയ അഭിമന്യുവിൻ്റെ നെഞ്ചിലേക്ക് ആ കഠാര കുത്തിയിറക്കിയ സഹൽ ഹംസ എന്ന് പറയുന്ന പ്രതിയെ പോലീസിന് പിടികൂടാനായിട്ട് സാധിക്കുന്നില്ല. 2 വർഷത്തിന് ശേഷമാണ് സഹൽ ഹംസ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നത്. ആ സമയത്ത് വലിയ ജനരോഷം CPM-ന് നേരെയും SFIക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്. സ്വന്തം പ്രവർത്തകനാണ്, എന്നിട്ട് പോലും കേരള പോലീസ് ഈ നിഷ്ക്രിയത്വം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു വലിയ ചോദ്യം പല ഭാഗത്തു നിന്നുണ്ടായി. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, BJPയുടെ ഭാഗത്തു നിന്നുണ്ടായി. പോപ്പുലർ ഫ്രണ്ട് പ്രതികളായതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് മുട്ടുവിറയ്ക്കും എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള സംസാര വിഷയങ്ങളും ഉണ്ടായി. പ്രതികളുടെ പേര് പറയാൻ, അല്ലെങ്കിൽ ആ പ്രതികളുടെ സംഘടനയുടെ പേര് പറയാൻ, ആ സംഘടന തീവ്രവാദ സംഘടനയാണെന്ന് പറയാനുള്ള ആർജവം പോലും ആരും കാണിച്ചില്ല എന്നുള്ളത് വളരെ ദുരന്തപൂർണമായിട്ടുള്ള അഭിമന്യു കഥയിലെ മറ്റൊരു ഏടാണ്. വർഗീയത തുലയട്ടെ എന്ന് സധൈര്യം വിളിച്ചു പറഞ്ഞ അഭിമന്യുവിൻ്റെ ആ ധൈര്യം പോലും അഭിമന്യുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അഭിമന്യുവിൻ്റെ മുകളിലുണ്ടായിരുന്ന നേതാക്കന്മാർക്കില്ല. അല്ലെങ്കിൽ അഭിമന്യുവിനെ മുൻനിർത്തി അഭിമന്യുവിനെ ഒരു അണിയായി മാത്രം കണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വച്ചിരിക്കുന്ന വെറും ഒരു അണി മാത്രമായി അഭിമന്യുവിനെ കാണാനാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ശ്രമിച്ചത് എന്നുള്ളത് ഈ കേസിൻ്റെ നാൾവഴികൾ നമ്മൾ പഠിക്കുമ്പോൾ പച്ചയായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രധാന പ്രതി സഹൽ ഹംസ 2 വർഷം ഒളിവിൽ പോയി. കർണാടകയിലെ ഒളിത്താവളത്തിൽ താമസിച്ചിരിക്കുകയായിരുന്നു ഇയാൾ. 2020 ജൂൺ 18-നാണ് ഇയാൾ കീഴടങ്ങിയത്. സഹൽ ഹംസയാണ് അഭിമന്യുവിനെ കുത്തിയതെന്നാണ് കേരള പോലീസ് പറയുന്നത്. പിന്നെ അർജുനെ കുത്തിയ ഒരു പ്രതിയുണ്ട്, മുഹമ്മദ് ഹാഷിം എന്നാണ് ആ പ്രതിയുടെ പേര്. ആ പ്രതി കോടതിയിൽ 2019 കീഴടങ്ങിയായിരുന്നു. ആ പ്രതിയെയും പോലീസ് പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആക്രമണം ആസൂത്രണം ചെയ്തയാൾ ഷാജഹാൻ എന്ന് പറഞ്ഞയാളാണ്. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്ക് ആവശ്യമായ എല്ലാ പരിശീലനവും ഷിറാസ് എന്ന് പറഞ്ഞയാൾ നൽകി. ക്യാമ്പസ് ഫ്രണ്ടിന്റെ സംസ്ഥാനതല നേതാവായ റിഫയെ ബാംഗ്ലൂരിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ഇതിൽ ഹൈക്കോടതി നടത്തിയ ചില സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട്. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കണം എന്നുള്ള ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ക്യാമ്പസുകൾ രാഷ്ട്രീയമാകാം, പക്ഷേ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം അമിതമാകരുത് എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പോരാത്തതിന് സർക്കാർ കോളേജിൽ കൊലപാതകം നടന്നത് ദുഃഖകരമാണെന്ന് കോടതി പറഞ്ഞു. ക്യാമ്പസുകളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ അനുവദിക്കില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. കലാലയങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് മാത്രമുള്ളതല്ല എന്ന സുപ്രധാനമായിട്ടുള്ള കോടതിയുടെ നിരീക്ഷണം നിലനിൽക്കുകയാണ് ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് നടന്ന പൂക്കോടുള്ള സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണവും ദുഃഖദായകമാകുന്നത്. ഈ വിഷയങ്ങളെല്ലാം മുൻനിൽക്കുകയാണ്. അഭിമന്യു കൊലക്കേസിൻ്റെ ഈ നാൾവഴികളെല്ലാം മുൻനിൽക്കുകയാണ് ഇപ്പോൾ അഭിമന്യു കൊലക്കേസിൽ പുതിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. ആ പുതിയൊരു ട്വിസ്റ്റാണ് ഏറ്റവും വലിയ കേരള മനസാക്ഷിയെ പോലും ഞെട്ടിച്ച ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. കോടതിയുടെ ഇത്തരം നിരീക്ഷണങ്ങൾ മുന്നിലേക്ക് വന്നപ്പോഴും സർക്കാർ ഈ നിരീക്ഷണങ്ങൾക്ക് മറുപടി പറയാനായിട്ട് കുറച്ച് സമയം ചോദിച്ചിരുന്നു. കോടതിയിൽ സർക്കാർ മറുപടി സമർപ്പിച്ചിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ആ മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ അഭിമന്യുവിൻ്റെ മരണത്തിന് ശേഷം അഭിമന്യുവിൻ്റെ കുടുംബത്തിന് വേണ്ടി പാർട്ടി വലിയ രീതിയിൽ ഫണ്ട് പിരിച്ചു. ആ ഫണ്ട് വെച്ചുകൊണ്ട് അഭിമന്യുവിൻ്റെ സ്മരണയ്ക്കായി മഹാരാജാസ് ലൈബ്രറി വട്ടവടയിൽ പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം വിദ്യാർത്ഥികൾ കൊറിയറിലൂടെ പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. 10,000-ഓളം പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് വേറൊരു ഏടാണ്. അപ്പോൾ ഇത്രയും സംഭവബഹുലമായ അഭിമന്യുവിൻ്റെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി കൊലപാതകം എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ അഭിമന്യുവിൻ്റെ ഈ കാര്യത്തിൽ ഇപ്പോൾ കോടതിയിൽ നിന്ന് കേൾക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ കുടുംബത്തിന് നീതി കിട്ടണം എന്നുള്ളത് കൊണ്ടായിരിക്കണം ഹൈക്കോടതി ശക്തമായിട്ട് ഇപ്പോൾ അഭിമന്യുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഈ തെളിവുകൾ എവിടെ പോയി എന്ന് കൃത്യമായി പരിശോധിച്ച് കൃത്യമായി മറുപടി തരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശേഷം സ്ക്രീനിൽ. അപ്പോൾ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.